ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കേദാർനാഥ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. രാവിലെ 4 മണിയാട്ടോ. രാവിലെ എണീറ്റു, പല്ലെല്ലാം തേച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിലിട്ട് പോകാമെന്ന് വെച്ചതാ. കിലോമീറ്റർ അപ്പോഴാണ് നോക്കിയത്, 126 പക്ക ഫാൻസി. അപ്പോൾ 2-3 ദിവസം ഇനി ട്രെക്കിങ് കാര്യങ്ങളായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം മഴയുണ്ട്. മഴ ഇത്രയും ദിവസം ഉണ്ടായില്ല, ഇന്നലെ രാത്രി വരെ ഉണ്ടായില്ല. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ഇറങ്ങി കേട്ടോ. സമയം ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞു. പല്ലും തേച്ച് ഫോണൊന്ന് കുറച്ച് ചാർജ് ആക്കിയിട്ട് പയ്യെ ഇറങ്ങി. അപ്പം ബാക്കിയുള്ളത് നമുക്കിനി ഇവിടുന്ന് മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയാണ്, കാണുന്നുണ്ട്, ഫുള്ള് വെള്ളമാണ്. മഴ പെയ്യുന്നത് എന്തായാലും നിന്നു, അതുകൊണ്ട് ബാക്കി നടന്നിട്ട് എന്തായാലും പോവാട്ടോ. ഫുൾ ബൊലേറോകളുടെ കളിയാണ്, എവിടെ നോക്കിയാലും ബൊലേറോ. അപ്പം എന്തായാലും നല്ലൊരു ട്രെക്കിംഗ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിതാ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ. പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ ജസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് QR കോഡ് വെച്ച് ഒന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മൾ മെട്രോയിൽ എൻട്രി ഇടുന്നതല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുകയാണ്. ഫുള്ള് വടിയുണ്ട് കേട്ടോ, എല്ലാവരും വടിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഗൗരി കൊണ്ട് വരെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 50 ഉറുപ്പിക കൊടുത്തിട്ട് ഇവിടുന്ന് വണ്ടിയിൽ പോവാം കേട്ടോ. ഗൗരി കൊണ്ട് വരെ അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ വരും കേട്ടോ. അതുവരെ അവരെ വണ്ടിയിൽ വേണമെങ്കിൽ പോവാം. ബാക്കിയുള്ള നമ്മളെന്തായാലും നടക്കണം, നമ്മളെന്തായാലും നടക്കും കേട്ടോ. എന്തായാലും ട്രക്ക് ചെയ്യാനല്ലേ വന്നത്, അതും കൊണ്ട് നടന്നേക്കാം. രസമല്ലേ, പിശിക്കുന്നല്ല, ഒന്ന് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത്രയും ദിവസം വണ്ടി തന്നെ ആയിരുന്നില്ലേ. കുതിരയിലാണ് കേട്ടോ ഫുള്ള് സാധനം കൊണ്ടുവന്ന്. വേണ്ട, ഇരുമ്പിൻ്റെ കമ്പിയെല്ലാം കൊണ്ടുപോകണ്ട, ഫുൾ സാധനങ്ങളും കുതിരേൻ്റെ പുറത്താണ്. ഇത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നി, കാരണം നമ്മളെ നാട് ഇത്രയെല്ലാം ഡെവലപ്ഡ് ആയിട്ടും ഇതിനൊന്നും ഒരു മാറ്റമില്ല. നിങ്ങളിങ്ങനെ പണിയെടുപ്പിക്കലെന്ന്. ഇനിയാണ് ശരിക്കും ട്രക്കിംഗ് ഉള്ളത്. കയറിപ്പോകുന്ന വഴി കണ്ട ഞങ്ങൾ. സംഭവം എന്ന് വെച്ചാൽ ചളി കണ്ട, ഈ ചളിയിലാണ് നടക്കാൻ. അതാണ് അവസ്ഥ. നോക്കട്ടെ, വൃത്തി എന്ന് പറയുന്ന സാധനം ഈ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. അത്രക്കും വൃത്തികെട്ട വഴിയാണ്. പോകുന്നത് വല്ല പ്രസിദ്ധമായ അമ്പലം കാണാമെങ്കിലും ഇത്രയും കച്ചറയുള്ള വഴി ആദ്യമായിട്ടാണ്. എനിക്ക് വഴി കണ്ടിട്ട് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് പറയാം. ഭയങ്കര കച്ചറാണ് കേട്ടോ വഴി. ഉള്ള വേസ്റ്റും ഡ്രൈനേജ് വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ടെൻറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് മുകളിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ടെൻറ്റ്, ഒരു ജോഡി ഡ്രസ്സ്, തോർത്ത്, പിന്നെ സാധാ ബ്രഷ്, വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. എന്തായാലും മുകളിൽ കയറി നോക്കാം കേട്ടോ. ഇവിടെ ഫുള്ള് മറ്റേ മഞ്ചലാട്ടോ. പൈസ കൊടുത്താൽ മഞ്ചൽ വേണമെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോകും. കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പോകാൻ. കുതിരയിൽ പോവാം, മഞ്ചലിൽ പോവാം, ഹെലികോപ്റ്ററിൽ പോവാം, നടന്നിട്ട് പോവാം, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. കൊള്ളാം. പോകുന്ന വഴിക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു കുളമുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടുന്ന് കുളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയാണ് കുളമുള്ളത്. നാലാൾ കൂടിയിട്ടാ കേട്ടോ ഒരാളെ കൊണ്ടുപോകുന്നത്. ഫുള്ള് കുതിര
ഒരു നാശാക്കിയിട്ടില്ല. ഒരുപാട് കുതിരയുണ്ട് കേട്ടോ. കുതിരപ്പുറത്ത് പോവാണെങ്കിൽ കുതിരപ്പുറത്ത് പോവാം. പൈസ കാര്യങ്ങൾ അറിയില്ല കേട്ടോ, നടക്കേണ്ട കാര്യമില്ല. ദുബായിന് മുകളിലെത്താം. എനിക്ക് വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നില്ല. നമ്മൾ ജുനാഗത്തെല്ലാം പോയിട്ട് 20,000 സ്റ്റെപ്പ് ഒരു ദിവസം കയറിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പശുവിൻ്റെ ആലയിൽ കയറിയ അവസ്ഥ കേട്ടോ. നിറച്ചും കുതിര അപ്പിട്ട് വെച്ചുണ്ട് റോഡെല്ലാം. അതാണ് അവസ്ഥ. ഈ കുതിര വരുമ്പോൾ തട്ടിപ്പോവാണ് നോക്കണം കേട്ടോ. ഒന്നും നോക്കാണ്ട വരും ഇത്. നമ്മളെ മേത്തട്ടി നമ്മൾ എന്തായാലും പോകും. കസ്റ്റമേഴ്സിനെയും കാത്തിരിക്കുന്ന കുതിര. ഇതുങ്ങളെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം കേട്ടോ. ഇതുങ്ങൾ എത്ര കയറി ഇറങ്ങുന്നത് സമ്മതിക്കണം. ഇതുവരെ നല്ല രസമാട്ടോ. രാവിലെയായി, നേരം വെളുത്തു. കാഴ്ചകളിൽ അടിപൊളി കേട്ടോ. നല്ല വാട്ടർഫാൾ, മലകൾ. സിമെൻ്റ് ഒക്കെ കേട്ടോ. താഴേന്ന് കയറ്റുന്നുണ്ട്. ഒരു കുതിരേൻ്റെ മുകളിൽ 2 സിമെൻ്റൊക്കെ ഉണ്ടാവും. 2 സിമെൻ്റ് എത്ര വെയിറ്റ്. സിമെൻ്റൊക്കെ എടുത്തവർക്ക് അറിയാത്. സമയം 6 മണിയായിട്ടോ. നമ്മൾ കുറച്ച് മുകളിലെത്തി. ഇവിടെ ഒരു ചായ, ഒരു കാലിച്ചായ കുടിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ നിന്നാ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ സ്പോട്ടുണ്ട്. മാഗി ചായയിലുണ്ട്. ഞാനുള്ള ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ നമ്മളെ മെയിനാണ്. ഇനി 13 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ചായ എല്ലാം കുടിച്ച് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കടന്നു. നല്ലൊരു വാട്ടർഫാൾ ഉണ്ട്. ഫുഡ് കാര്യങ്ങളെല്ലാം പോകുന്ന വഴിക്ക് നിറച്ച് കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ട്രക്കിംഗ് സ്പോട്ടിലെല്ലാം കാണുന്ന റേറ്റ് 20 രൂപ ചായ, 50 രൂപ മാഗി, അങ്ങനെയൊക്കെയാണ് റേറ്റെല്ലാം. വഴിയെല്ലാം കിട്ടില്ല കേട്ടോ. ഇത് വലിയ ഇരുമ്പിൻ്റെ പൈപ്പാട്ടാ. ഇതെല്ലാം കുതിരേൻ്റെ മേത്ത്. എത്ര വെയിറ്റ് ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി. അട്ട നല്ല പൈപ്പാണ്, വലിയ പൈപ്പാണ്. സമ്മതിക്കണം, ഇതുങ്ങളെ സമ്മതിക്കണം. ഒരേപോലെ കാല് വെച്ച് പോകുന്നുണ്ട. കുതിരയിൽ പോകാൻ പേടിയില്ല കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കിടിലൻ വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. പോകുന്ന വഴി ഫുള്ള് വാട്ടർഫാൾ തന്നെയാണ്. നല്ല നീളത്തിലുണ്ട്, താഴെ വരെ ഉണ്ട്. ഇവിടെ കാടായതുകൊണ്ട് കാണാത്ത നമ്മൾ നടന്ന് കയറുന്ന വഴി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. സമയത്ത് കയറാനാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറാട്ടോ. ഞാൻ വിചാരിച്ചത്ര ടഫൊന്നുമില്ല. അവസാനത്തെ ഒരു 7 കിലോമീറ്റർ നല്ല സ്റ്റീപ്പാന്ന് പറയുന്നത് കേട്ടു. എന്തായാലും ഇനിയൊരു 4 കിലോമീറ്റർ കൂടെ പോകണം, എന്നാലേ ആ ഭാഗം എത്തും. എന്തായാലും നോക്കാം. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഏതാണെന്നത് 10.5 കിലോമീറ്ററാണ് പറയുന്നത്. പക്ഷേ ഇത് കറക്റ്റല്ലാന്ന് പറയുന്നത്. വഴിയിലിപ്പോൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് അതിൽ കൂടുതലുണ്ടാവും. നോക്കാം, പോയി നോക്കാം. ആ മലേൻ്റെ മുകളിൽ അങ്ങനെ തോന്നും. എന്തായാലും നോക്കാം.
കല്ല് വല്ലാണ്ട് സ്ലിപ്പാകുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് ആൾക്കാർ നടന്ന് നല്ല മിനുസാണ്. ഇതൊരു പുതിയ ബ്രിഡ്ജാട്ടോ. കുതിരകളെല്ലാം പഴയ ബ്രിഡ്ജിലാണ് പോകുന്നത്. നല്ല വെള്ളം ഉണ്ടല്ലോ. ഒരു കാല് വെക്കുന്നൊരു താളം കണ്ട എല്ലാവരും ഒരേപോലെ വെക്കും. കറക്റ്റായിട്ട് കയറി പോവും. ഒരു ഫ്ലോയിലും കയറി പോവും. വേണ്ട കുതിരേനെ കൊണ്ട് പോകാൻ നോക്കി എന്തെല്ലാമാണ് പാവം. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി സൈഡാക്കി കേട്ടോ. ഞാൻ എത്ര ഉണ്ടാവുള്ളൂ. എവിടുന്നാ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. താഴെല്ലാം കാണുന്നില്ല. അതിലെ കൂടെ വന്നത്. അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വലിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് പോകേണ്ട വഴിയാട്ടത്. ഇതിലേ കയറി അങ്ങനെ പോയിട്ട് പോകാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ബാക്കിയുള്ള അത്ര എത്തിയട്ടോ. 2 വഴിയുണ്ട്. ഇത് പഴയ വഴിയാണ്. പുതിയ വഴി അപ്പുറത്തുണ്ട് കേട്ടോ. ഇതാ മുകളിൽ കാണുന്നത്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വരാം. ഇല്ലെങ്കിൽ ഇതാ ഈ ബ്രിഡ്ജ് വഴി അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഇത് കുറച്ച് സ്റ്റീപ്പാണ്. അതുകൊണ്ട് എല്ലാവരും അപ്പുറത്തേക്ക് കൂടിയാണ് പോയത്. ഏതായാലും കണക്ക് തന്നെ. ഇനിയൊരു 7 കിലോമീറ്റർ കൂടിയാണ് നമുക്കില്ല കേട്ടോ. അത്യാവശ്യം മുകളിലെത്തി. കോട കാര്യങ്ങളെല്ലാം തുടങ്ങി. അന്നതായെന്ന് വന്നേട്ടോ. ഇതൊരു ഷോർട്ട് കട്ടാണ്. നേരെ ഷോർട്ട് കയറി അവിടെ തന്നെ. ഞാൻ ഷോർട്ട് കട്ടൊന്നും പിടിച്ചില്ല. നേരെ വന്നു. എന്നാൽ ഈ കുതിരേനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിന് വരെ നമുക്ക് വേറെ ഒന്ന് സംവിധാനം ആയിക്കൂടെ അല്ലേ? ഞാൻ തല്ലി വേലിച്ച് എന്തെല്ലാം സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്ന പറയും. പുതിയ പുതിയ സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് കാലം ഇത്ര മാറിയിട്ടും ഇതുങ്ങളെ ദ്രോഹിക്കുന്നതിനൊരു മാറ്റമില്ല. 2013 ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇവിടെ കുറേ ആൾ മരിച്ചിട്ടുണ്ടായത്. ആ ഒരു സ്ഥലം കേട്ടോ. താഴോട്ട് ഇതങ്ങ് താഴെ വരെ ഉണ്ട്. ഫുള്ളായിട്ട് നശിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ താഴത്തെ വെട്ടിപ്പൊക്കിയതിന് തൂണെല്ലാം പില്ലറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പുതിയ പില്ലർ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 7 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. ഏകദേശം കുത്തനെ കയറാനില്ല അവിടെ നിന്ന്. പഴയ വഴി അപ്പുറത്തായിരുന്നു കേട്ടോ. മറ്റേ ഉരുൾപൊട്ടലിന് ശേഷം വഴിയെല്ലാം മാറ്റി ഇപ്പുറത്തെ ആക്കിയതാണ്. മറ്റവരിങ്ങനെ പറയായിരുന്നു അപ്പുറത്തെ ആണെങ്കിൽ പെട്ടെന്ന് എത്തിയാൽ 1 മണിക്കൂർ ലാഭം കിട്ടിയാണെന്നാണ് പറഞ്ഞത്. ഈ റോഡ് കുറച്ച് ചുറ്റിയിട്ടാണ്. കുതിരപ്പുറത്ത് പോകുന്നവരാണ് കേട്ടോ അധികവും. അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്നത് നല്ലത്. കാരണം അത്യാവശ്യം നടക്കാനുണ്ട്. ഇരുപത്തിരണ്ട് 23 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പണിയാവും. ഇനി ഒരു 6 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ.
ഇങ്ങനെ പോയി കയറി 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 മേള് കണ്ട ലെഫ്റ്റ് സൈഡിലൊരു സ്ഥലം കണ്ട ഒരു ബിൽഡിങ് മേളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം കേട്ടോ. ഇതുപോലെ കയറാനുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. പൈസ ഇല്ല വല്ല ഹെലികോപ്റ്ററിൽ പറന്ന് വരും, 2 മിനിറ്റ് കൊണ്ട് കണ്ടിട്ട് പോകും. ഒരു കുതിരേനെ മുകളിൽ കൊണ്ടുവന്ന സാധനം നോക്കി ഞങ്ങൾ പാവം അതിനിട്ട് കൊല്ലുവാണ്. വെള്ളം പോകുന്ന പോക്ക് കണ്ടോ നിങ്ങൾ? വെള്ളം പോയി കഴിഞ്ഞാൽ ഈ ഭാഗം തീർന്നു കേട്ടോ. ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഫ്ലഡിൻ്റെ ചാൻസ് ഭയങ്കര കൂടുതൽ പറയുന്നുണ്ട്. ചാൻസസ് ഇല്ലാണ്ടില്ല കേട്ടോ. ഒരു ചെറിയ മഴ മതി. ഇന്നലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് പുറകിലൊരു കല്ല് വീണ് വന്നു. എന്തോ ഭാഗ്യം വണ്ടീൻ്റെ മുകളിലും വീണില്ല, എൻ്റെ തലയിലും വീണില്ല. എൻ്റെ തലയിൽ വീഴാനായിരുന്നു ചാൻസ്, പക്ഷെ വീണില്ല. രക്ഷപ്പെട്ട് അന്നവിടെ ഞാൻ വണ്ടി എടുത്ത് വിട്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നെല്ലാം മുകളിൽ നിന്ന് കല്ല് വരിക. കല്ല് വന്ന് വീണാലേ അറിയില്ല നമ്മൾ. അത് വലിയ കല്ല കരിങ്കല്ല് വീണ് കഴിഞ്ഞാൽ അപ്പം തട്ടിപ്പോവും, നോക്കേ വേണ്ട. അപ്പോൾ വണ്ടീൻ്റെ മുകളിലൊന്നുമില്ല കാരിയറിലുണ്ട്, അങ്ങനെ കുറച്ചൊരു സേഫ്റ്റി എന്ന് പറയാം. അത് നോക്കാം. നമ്മൾ ഏകദേശം എത്തിയിട്ടോ. ഇനി ഒരു 3 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട്. പക്ഷെ അത് കയറ്റല്ല, ചെറിയൊരു ഇറക്കാം. അതുകൊണ്ട് സമാധാനം കാലിനല്ലോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നടക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നടന്നാൽ മതി. ഇല്ലെങ്കിൽ കുതിരയോ മറ്റേ ഓവിയോ ആരാ വെച്ചാൽ എന്താ വെച്ചാൽ കുഴപ്പമില്ല. ഏറ്റവും സുഖം ഹെലികോപ്റ്ററാണ് പൈസ ഉണ്ടെങ്കിൽ. 4500 5000 അങ്ങനെ തോന്നും. 2 മിനിറ്റും കൊണ്ട് എത്തും. അത്യാവശ്യം നല്ല കുത്തനില്ല കയറ്റാണ് കേട്ടോ. അപ്പം കയറുമ്പോൾ എന്തായാലും കാലിന് മുട്ടിന് വേനെടുക്കും. എന്തായാലും ഞാനിന്ന് ഇവിടെ സ്റ്റേ ആണ്. അതിന് കണക്കായിട്ട് ഞാൻ ടെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ തന്നെ സ്റ്റേ അടിക്കാം. എന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് റിട്ടേൺ അടിക്കാനുള്ള പരിപാടി കേട്ടോ. രാവിലെ റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് താഴെത്തെന്ന് തോന്നുന്നു. ഇറങ്ങാൻ വലിയ പ്രശ്നമില്ല. ഇതൊക്കെ ഉണ്ടോ ഫുള്ള് കോടയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞതാണ് കേട്ടോ ഫുള്ള് ബാക്ക്. അതിലായിരുന്നു പണ്ടത്തെ വഴി. അത് ഭയങ്കര കുറച്ച് എളുപ്പമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, സാറില്ല. പുതിയ വഴിയെങ്കിൽ പുതിയ വഴി, അങ്ങനെ എത്തിയല്ലേ പറ്റൂ. പ്രായമുള്ള ആൾക്കാരെല്ലാം മാക്സിമം കുതിരയിലോ ഹെലികോപ്റ്ററിലും വരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മേളത്തിൽ കുറച്ച് പണിയാണ്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എത്തുന്നു, പക്ഷേ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നല്ല പണിയാണ് കേട്ടോ. കുതിരയെല്ലാം ആൾക്കാരെ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന പോക്കാണ്. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ കയറി പോകട്ടോ. പൈസ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാനത് ചോദിച്ചിട്ടൊന്നുമില്ല. കുതിര വേണമെന്ന് പറയാൾ ചോദിക്കാറുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്തായാലും ഞാൻ നടന്നിട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചത്. ഷൂ ഒന്നിട്ടില്ല, മഴ എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് ക്രോക്സ് ഇട്ടിട്ട് ഇറങ്ങിയത്. ചെരുപ്പെല്ലാം മതി, ഷൂവിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെല്ലാം കോടം കൂടി കിടക്കുവാണ്. അങ്ങോട്ട് കുറച്ചും കൂടെ കയറിയാൽ മതി. അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ സെറ്റായി. എന്തായാലും ഒരു 3 കിലോമീറ്റർ കൊണ്ട് നടക്കട്ടെ. ആരോ കളഞ്ഞു പോയ ഒരു വടി കിട്ടി. കൊള മുളയാണ്, മുള. ആൾക്കാർ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2.5 കിലോമീറ്റർ കൊണ്ടുണ്ട്. നടന്നിട്ടൊന്നും തീരുന്നില്ല കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? 4 പൈപ്പ്, വലിയ പൈപ്പ് എടുത്തിട്ടാണ് ഇതിങ്ങളെ കെട്ടി വെക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കണം. ഇല്ല വെളിച്ചോണ്ട് വരുന്ന കാര്യങ്ങൾ
എത്ര വെയിറ്റ്. അയ്യോ പാവം, അതിങ്ങനെ അടിച്ച് പേരക്കും കേട്ടോ നിങ്ങൾ. കുതിരക്ക് ഒരു ക്ഷാമമില്ലാത്തൊരു നാട്. ഫുൾ കുതിര, കുതിരയോട് കുതിര. ഇവർ പോകുന്ന കാണാൻ നല്ല രസം. ഒരേപോലെ കാല് വെച്ച് പോകുന്നു. ഓയ് ഓയ്. നാല് വലിയ ബക്കറ്റ് പെയിൻറ്. എന്താ പൊന്നു, പെയിൻറ്റിൻ്റെ വെയിറ്റ് അതെടുത്ത് നോക്കിയവർക്ക് അറിയായിരിക്കും കറക്റ്റ്. എമ്മാതിരി വെയിറ്റാ. നിങ്ങളെ കൊല്ലുക അതിൻ്റെ മുകളിൽ ചാക്ക്. പാവം. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിട്ടാ. ഇവിടം വരെയാണ് കുതിര സവാരി ഉള്ളത്. കുതിരകളിലെ നേരത്തെ എത്രണ്ണാന്ന് നോക്കിയാൽ തീരൂല, അതുപോലെ അങ്ങ് വരെ കുതിരകളാണ്. ഇവിടുന്ന് ഇവർ റിട്ടേൺ ട്രിപ്പിനുള്ള ആൾക്കാരെ ഒപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. എങ്ങോട്ടാ പാവങ്ങൾ. ഇരിങ്ങളെ സമ്മതിക്കണം, രാവിലെ വിട്ടായിരിക്കുമായിരുന്നു. ഇതൊരു ഷെഡ് ഉണ്ട് കേട്ടോ. ഷെഡ് ഫുള്ള് കുതിരകളാണ്. നിറച്ചുണ്ട് അതിനകത്ത്. നീളത്തിലുള്ള കൂടെ അപ്പുറത്തേക്ക് എല്ലാം ഉണ്ട്. അത് ഫുള്ളാകേണ്ടത് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ തീരൂല. ഇത്രയും കുതിരകൾ ഡെയിലി ഇത്രയും കുതിരകൾ ഇവിടെ വരുന്നുണ്ടെന്നാ. പിന്നെ ഇവിടെ ഫുള്ള് ക്യാമ്പിങ് കേട്ടോ. ഇത്ര നേരം ഫുഡ് കഴിക്കാനായിരുന്നു എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ടെൻ്റാണ്. പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഫുള്ള് ടെൻ്റാണ്. നമ്മളെ ടെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ആ ടെൻ്റ് എവിടെയെങ്കിലും അടിക്കാം. ടെൻ്റ് സ്റ്റേ വേണ്ടവർക്ക് ഇവിടെ ബേസ് ക്യാമ്പ് ഉണ്ട് കേട്ടോ. സാധാ നമ്മൾ ഡെക്കാത്തലോണിൻ്റെ ടെൻ്റ് തന്നെയാണ്. അതിലവർ ബെഡും കൂടെ പ്രൊവൈഡ് ചെയ്യും. വേണമെങ്കിൽ റേറ്റ് വരുന്നത് 500 റേറ്റാ. 500, 400 സീസൺ അനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. എനിക്കൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം ടെൻ്റ് അടിക്കാൻ. ബാക്ക്ഗ്രൗണ്ടിലെ മല കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടിയിലുണ്ടെങ്കിൽ നമ്മൾ കയറ്റാൻ നമ്മൾ ആൾക്കാരുണ്ട് കേട്ടോ. ടെൻ്റ് അടിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇടമാണ് അടിക്കുക. ഞാൻ അമ്പലം വരെ പോയിട്ട് വരട്ടെ. എന്നിട്ട് നല്ല സ്പോട്ട് നോക്കിയിട്ട് ടെൻ്റ് അടിച്ചിട്ട് ഒറ്റ കട്ടപ്പടക്കണം. രാത്രി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാവിലെ വരേണ്ടതുകൊണ്ട് ഉറക്കൊന്നും ശരിയായില്ല. ഒരു കാര്യത്തിൽ നല്ലതാട്ടോ, ശൗചാലയം എത്ര എണ്ണം വേണം നിങ്ങൾക്ക്, ഇഷ്ടം പോലെയുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം അത്ര ആൾ വരുന്നതല്ലേ, അതുകൊണ്ട് നല്ലൊരു കാര്യം കേട്ടോ. അത് അല്ലെങ്കിൽ കാട്ടിൽ പോകണ്ടല്ലോ. മഴ തുടങ്ങി, ഫുള്ള് മഴ പോകാൻ തുടങ്ങി. കയറി ഇരിക്കട്ടെ. കുറച്ചേ നടക്കാനുള്ളൂ, എന്നാലും എന്തിനാ വെറുതെ തന്നെ. നല്ല മഴ തുടങ്ങി കേട്ടോ. നമ്മുടെ മുകളിലെത്തി. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടോ. എന്തായാലും നന്നായി. ആ ഒരു ഷോപ്പിൽ കയറിക്കുവാണ്. നല്ല മഴ പെയ്തിട്ടോ. ഫുൾ ടെൻ്റാണ്. ടെൻ്റടിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. കൊള്ളാം, മഴ പെയ്തോണ്ടൊരു ആശ്വാസം. ഫുള്ള് ടെൻ്റാണ് കേട്ടോ. ഞാനിവിടെ എവിടെയെങ്കിലും ഒരു ടെൻ്റ് അടിക്കും, അതാണ് എൻ്റെ പ്ലാന്. നമ്മൾ ഒടുവിൽ ആർച്ചിൻ്റെ അടുത്തെത്തി. കാലിൻ്റെ പരിപ്പ് ഇളകിയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഇത്രയും നടന്നതല്ലേ, പരിപ്പ് ഇളകാണ്ടിരിക്കൂല. അങ്ങനെ മന്ദിറിൻ്റെ ആർച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ. മഴ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാനുണ്ട് നമുക്ക്.
എന്തായാലും അമ്പലം കണ്ടിട്ട് വരാം, എന്നിട്ട് എവിടെയെങ്കിലും ടെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയേട്ടാ. ഇനി കുറച്ച് നടക്കാനേ ഉള്ളൂ, മുമ്പിലാണ് അമ്പലം ഉള്ളത്. ഇതാണ് ഹെലിപ്പാഡ് കേട്ടോ. പൈസയുള്ള ആൾക്കാർ ഹെലികോപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഈ 8-9 മണിക്കൂർ ട്രെക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഫുള്ള് ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റേ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളിവിടെ എത്തിയട്ടോ. ഇവിടെ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് QR കോഡ് ഒന്നും കൂടെ സ്കാൻ ചെയ്യും. എൻട്രിയിൽ താഴെ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവിടെ പിന്നെ ദർശനത്തിന് കയറുന്നുണ്ടെങ്കിൽ അവിടെയും ചെയ്യും കേട്ടോ. എനിക്കൊന്ന് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ കയറിയിട്ട് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം രാത്രി വരെ, എന്നിട്ട് പയ്യെ ഇറങ്ങാം. അതാണ് പ്ലാൻ. രാവിലെ എന്നിട്ട് റിട്ടേൺ വിടുക. മലകളെല്ലാം കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട്. ടെൻ്റ് അടിക്കാൻ ഇനി ഫുൾ ടെൻ്റാണ്. ഞാൻ ഹോട്ടലിൽ നോക്കിയാൽ കാണാം, ആ കാട് നിറച്ച ടെൻ്റാണ്. എവിടെയെങ്കിലും അടിക്കാം, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. മലയല്ലേ കിടക്കുന്നു, നടന്നിട്ടും തീരുന്നില്ല എന്നാ സത്യം. എത്തിന്ന് കാണുന്നുണ്ട്, പക്ഷെ എത്തുന്നില്ല. നോക്ക്, എല്ലാം ടക്കത്തലോണ്ട് ടെൻ്റാണ് കേട്ടോ. 2000 പേരുടെ ടെൻറ്റിന് അവർ വേണമെങ്കിൽ എത്ര പൈസ? ഒരാൾക്ക് 500 ഉറുപ്പ്യ കേട്ടോ. ഒരാൾക്കാണോ ഒരു ടെൻറ്റിനാണോ അറിയില്ല. എന്തായാലും ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഇവിടെ എത്താനാകുമ്പോൾ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട് കേട്ടോ. പഴയ ടെമ്പിളാന്ന് തോന്നുന്നു, കണ്ടിട്ട് കല്ലെല്ലാം കണ്ടിട്ട് വളരെ പഴയതാണ്. അങ്ങനെ രാവിലെ മുതൽ നടന്ന് നമ്മൾ ഒടുവിലെത്തി കേട്ടോ. എന്താ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി കുറച്ചും കൂടെ സ്റ്റെപ്പ് കയറാനുണ്ട്. അടിപൊളി പെയിൻറ്റിങ് ഉണ്ട്. And finally we are here in Kedarnath. കുറേ ഫോട്ടോ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് എടുത്താ സഹിച്ചേട്ടാ. എന്തായാലും അടിപൊളി, ഒന്നും പറയാനില്ല. അകത്ത് നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് പുറത്തുനിന്നല്ലേ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. മുമ്പിൽ കുറേ മറ്റേ സാധനങ്ങൾ കെട്ടിയിട്ടുണ്ട്, അത് ഇവർ പൂജയൊക്കെ കൊണ്ടുവരുന്നതാണ്. ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ട് അതിനകത്ത് എടുത്ത് കെട്ടുന്ന കേട്ടോ. ജയ് ശ്രീ കേദാർ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇതൊക്കെ ഫുള്ള് മഞ്ഞ മൂടി കിടക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ. ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു മണി ഉണ്ടായിരിക്കും. ഇതാണ് കേട്ടോ സൈഡിൽ നിന്നുള്ള വ്യൂ. രക്ഷയില്ല, അടിപൊളിയാണ്. കരിങ്കല്ലാണ് കേട്ടോ, ഫുള്ള് കരിങ്കല്ലും കൊണ്ട് ആക്കിയാണ്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഒടുവിൽ ഇവിടെ എത്തിയട്ടാ. കുറേ മഴയിലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വലിയ മഴയൊന്നും പെയ്യില്ല, കുറച്ച് സമയം നനഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഒടുവിൽ ഇവിടെ എത്തി. ചുറ്റുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ല. ടെൻ്റ് അടിക്കാനാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ സ്ഥലം കൊണ്ട് അടിച്ചോന്നാണ് പറഞ്ഞ കേട്ടോ. നമ്മുടെ ബാക്കിൽ എല്ലാവരും ടെൻ്റ് അടിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. അടുത്തത് നമ്മൾ ഗൗരികുണ്ട് തിരിച്ചിറങ്ങണം, എന്നിട്ട് അവിടെ നിന്നാണ് ബദ്രിനാഥ്. ഓക്കെ, ഫോണിൽ ചാർജ് ഉണ്ടാവുമെന്ന് അറിയില്ല ഷൂട്ട് ചെയ്യാൻ, എന്തായാലും മാക്സിമം ശ്രമിക്കാം. കുറച്ച് സ്വാമിമാരെ വേഷമെല്ലാം കെട്ടിയിട്ട് പറയണത് കാണുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നു തന്നെ കേട്ടോ. ഹെലികോപ്റ്ററിൽ വന്നവനും നടന്നു വന്നവനും കുതിരേമേൽ വന്നവനും എല്ലാം ഇവിടെ കണക്കന്നെ. കുറേ സ്വാമിമാർ നല്ല സാധനം അടിക്കുന്നുണ്ട്.
ചോദിക്കാൻ പറ്റൂലല്ലോ, എന്താ ചെയ്യാ. ഇതാണ് നമ്മളെ കയറി വന്ന വഴി കേട്ടോ. ഇവിടെ ഫുള്ള് പൂജാ സാധനങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത ക്യാമ്പിങ്ങിനുള്ളൊരു സ്ഥലം നോക്കാനായിട്ട് ഇറങ്ങും കേട്ടോ. എന്താ സാധനം ഇരിക്കുന്നു, സാധനം വേണമെങ്കിൽ ഇവിടുന്ന് വിളിക്കാം കേട്ടോ. ചില്ലറ കൊടുത്താൽ മതി. ഈ അമ്പലത്തിൻ്റെ പുറകിലൊരു വലിയൊരു പാറയുണ്ട് കേട്ടോ. ഈ പാറ എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ഇങ്ങനെ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്തെല്ലാം ടെമ്പിളിനെ പ്രൊട്ടക്ട് ചെയ്ത സ്ഥലം. അതിൻ്റെ പുറകിൽ തന്നെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഒരു സ്പേസ് നോക്കി ഇറങ്ങിയതാ കേട്ടോ. ഇവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിയും പരിപാടികളിലാണ്. കൊള്ളാം. ഇന്നെന്തായാലും ഇവിടെ കൂടാം. ഇവിടെ കുറച്ച് അഗോരീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെന്ന് വെച്ച് കൂടാം. പിന്നെ ഒരു ചങ്ങായിട്ട് ടെൻ്റിൽ അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ടെൻ്റ് അടിച്ച് കൂടാന്ന് വിചാരിച്ചു. അതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡ് ഒരു പാറയുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ ശില്പങ്ങൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അഗോരീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. फोटो पाड़ो देव से आपको मना तो पाड़वा देव भाई पाड़ी ले मैं तो संजय आवे आया संडेट से यानी कि बहुत जीत कर रहा है ना नहीं कर रहा क्या ആൾക്കാരെല്ലാം അനുഗ്രഹമെല്ലാം വാങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല, കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ആടി ഇരുന്ന് കേട്ടോ. पाऊस आला भरून 50 ಇನ್ನು ಹೋಗಿಲ್ವಾ ನೋಡಿ ಆದಿಶಂಕರಾಚಾರ್ಯ ಜೀವ ಸಮಾಧಿ ನೋಡಿ ಕೋಯಿಲ್ ಹಿಂಭಾಗನೇ ಅದು ಮತ್ತೆ ಅಲ್ಲಿ ದೇವಸ್ಥಾನ. ഇതിനോട് മുട്ടിയിട്ട് തന്നെ ആദിശങ്കരാചാര്യരുടെ ഒരു ഇതുണ്ട് കേട്ടോ. സ്റ്റാച്ചു ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വന്നവരൊന്നും ഇത് കാണാൻ ചാൻസ് കുറവാണ്. അധികം ആൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റാച്ചു ആണ്. പക്ഷെ ഒരു കുയിനുള്ളിൽ പോലെയുള്ള കണ്ട റൗണ്ട് അടിച്ച് ഇറങ്ങി വരണം. ഇത് വരുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാട്ടോ. എന്താ ഇതിൽ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ പുറകിൽ കാണുന്ന കല്ലില്ലേ, അതാണ് പണ്ട് ഫ്ലഡെല്ലാം വന്ന സമയത്ത് ഈ അമ്പലത്തിനൊന്നും ആകാതെ രക്ഷിച്ചേട്ടാ. അതിൻ്റെ അടുത്താണ് ഈ അഗോരീസ് പിള്ളേരെ വിൽക്കുന്നത്. എല്ലാവരും അതിൻ്റെ ബാക്കിലുള്ളത്. ഇവിടെ ഓരോ കല്ലുണ്ട്. ഇതൊക്കെ അവർ താമസിക്കുന്ന ഓരോ ടെൻറ്റുകളാണ് കേട്ടോ. बनाया आटा दिला दे भगत, आटा रोटी बनाने के लिए आटा रोटी आटा की सेवा कर। मेरे पास कुछ नहीं है
मैं भी पैदल आया ना. ആട്ട വേണമെന്നാ പറയുന്നു റൊട്ടി ഉണ്ടാക്കാൻ. വണ്ടിയിലാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ പച്ചക്കറിയും എടുത്ത് കൊടുക്കായിരുന്നു. ഇവിടൊന്നും ഇല്ലല്ലോ. ക്രോക്സ് സ്ലിപ്പാവുന്നുണ്ട്. ടൈലാണ്, നല്ല ടൈലിലിട്ട് സെറ്റാക്കിയ സാധനം. അതുകൊണ്ട് ഈ പാറ ഞാൻ പറഞ്ഞ കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പില്ല പാറയാണ്. ഇതാണ് ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്തൊരു പാറ. രാത്രിയിലെ ആരാധന പരിപാടിയല്ല കേട്ടോ, നല്ല രസമായിരുന്നു. ചെണ്ടകൊട്ട് പോലത്തെ പരിപാടിയല്ലായിരുന്നു. എല്ലാവരും ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. രാത്രിയിലെ അവസ്ഥ കേട്ടോ, അത്യാവശ്യം നല്ല ആളുണ്ട്. ഞാനിങ്ങനെ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും തീയെല്ലാം കാഞ്ഞിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഇപ്രാവശ്യം വളരെ ആൾക്കാർ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവാറില്ല. ഒരു 3 ലക്ഷം ആൾക്കാരെങ്കിലും ഡെയിലി വന്ന് പോകുന്നില്ല പറയാറ്. അത്രയ്ക്ക് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇവിടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. റോഡ് കാര്യങ്ങളെല്ലാം കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം വരുന്ന കുറവാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലും വരും എല്ലാവരും. ഞാൻ അമ്പലത്തിൻ്റെ പുറകിൽ ഇതാ ടെൻ്റ് അടിച്ച് ഉറങ്ങുക കേട്ടോ. ഇന്നലെ ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ആവും. അതുകൊണ്ട് നാളെ റിട്ടേൺ ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. സ്വിച്ച് ഓഫ് ആവും ഫോണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നാളെ താഴെ എത്തിയിട്ട് ബാക്കി വീഡിയോ. ഓക്കെ, ബദ്രിനാഥിലെ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പിസോഡൊന്നും പറയുന്നില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. നേരം വെളുത്തോടിൽ സീനാട്ടോ. ഇന്നലെ കോടമഞ്ഞായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത് രാവിലത്തെ അവസ്ഥ കേട്ടോ. നമ്മളിന്ന് റിട്ടേൺ പോവാണ് ബദ്രിനാഥിലേക്ക് കേട്ടോ. ബാക്കി കാഴ്ചകൾ ബദ്രിനാഥിൻ്റെ കാഴ്ചകളായിട്ട് വരാം കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഇവിടെ വരുന്ന പകുതി ആൾക്കാരും വിശ്വാസം കൊണ്ട് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഫോട്ടോ എടുക്കാനും മറ്റേ എന്താ പറയുക വീഡിയോ എടുക്കാനുമായിട്ട് വരുന്ന പോലെയാണ്. എല്ലാവരും എന്തൊക്കെയോ പ്രൊഫസരം കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇനി അടുത്തത് ബദ്രിനാഥിലെ കാഴ്ചകളായിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.